ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ദുരന്തർ ദി റിവഞ്ച് മാർച്ച് 19 എത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടോക്സിക്കും മാർച്ച് 19 എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ സിനിമയ്ക്ക് 2 ആഴ്ച മുന്നേ ടോക്സിക് പിന്മാറുകയാണ്. എന്തുകൊണ്ടാണ് ദുരന്തരമായിട്ടുള്ള ക്ലാഷ് ടോക്സിക് പിന്മാറിയതെന്ന് നോക്കിയപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഫ്ലിക്ട്സ് വാർസ് നടക്കുകയാണ്. അതായത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം നടക്കുകയാണല്ലോ. ഇതിൻ്റെ ഇടയിൽ GCCയിലും യുദ്ധത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് GCCയിലെ റിലീസിനെ ബാധിക്കും എന്നതുകൊണ്ടാണ് ടോക്സിക് മാറ്റി എന്നുള്ളതാണ് പ്രൊഡക്ഷൻ സൈഡ് എന്നുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷെ റൂമേഴ്സും ഗോസിപ്പും പറയുന്നത് യാഷിനെയും സിനിമയുമായിട്ടുള്ള പാട്ടുകളൊന്നും താല്പര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ BGM ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സ്റ്റോറി വൈസ് പൊരുത്തക്കേടുണ്ട്, ഇനിയും മാറ്റണം എന്നുള്ള ഒരു ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്രമാത്രം ശക്തമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ സത്യമായ ഒരു കാര്യമാണെന്ന് നമുക്കറിയില്ല. ബട്ട് റൂമേഴ്സ് ഇങ്ങനെയാണ്, യാഷിനി സിനിമയുടെ ഔട്ട്പുട്ടിലേക്ക് വലിയ വിശ്വാസക്കുറവ് വന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും പല ആൾക്കാരും ഇപ്പോൾ പറയുന്നത് ദുരന്തറിനെ പേടിച്ചുകൊണ്ടാണ് ടോക്സിക് മാറ്റി എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ അത് ശരിവെക്കുന്ന രീതിയിലും വരുന്നുണ്ട്. കാരണം ദുരന്തറിനും GCC റിലീസ് അതൊരു റേറ്റഡ് ഫിലിം ആയതുകൊണ്ട് GCC റിലീസുകൾ ഇല്ല എന്നുള്ളൊരു ടോക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിലും ടോക്സിക്കും റേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് GCC അവിടെ ഒരു പ്രശ്നമാവാത്തത്? അപ്പോൾ ദുരന്തർ റിലീസ് ചെയ്യുന്നുണ്ട്, ടോക്സിക് എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ല? എനിക്ക് തോന്നുന്നു ദുരന്തർ ഒരു മച്ച് അവൈറ്റഡ് ഫിലിമാണ്. അപ്പോൾ ഒരു സിനിമയിലെ 2ാം ഭാഗം വരുന്നു. ഒരു 1ാം ഭാഗം എത്രയോ നല്ല മികച്ച സിനിമയാകുമ്പോൾ 2ാം ഭാഗത്തിന് അതുപോലെ ഒരു വരവേൽപ്പുണ്ടാകുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. അത് തന്നെയാണ് ഇപ്പോൾ ദുരന്തർ ദി റിവഞ്ചിനും ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലാവരും അവൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഇടയിൽ ടോക്സിക് റിലീസ് ചെയ്യുന്നു. ആൻഡ് ടോക്സിക്കിന് വന്ന ആ ഒരു ടീസറിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ഗ്ലിംസിൻ്റെയും ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംസാരങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ തടയിടും എന്നുള്ളത് കൊണ്ടായിരിക്കാം മിക്കവാറും പ്രൊഡക്ഷൻ സൈഡെന്നും അല്ലെങ്കിൽ യാഷിൻ്റെ സൈഡെന്നും ഈ സിനിമയെ ഒന്നുകൂടെ ഒന്ന് നീക്കി വെക്കാമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർ കടന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പറയുന്നത്. കാരണം ദുരന്തറിന് ഇപ്പോൾ ഉള്ള ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ദുരന്തർ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. കാരണം അമ്മാതിരി ഒരു സംഭവമായിട്ടാണ് ദുരന്തർ വരുന്നത്. കാരണം ആ തുടക്കത്തിൽ എല്ലാവരും മൗത്ത് സംസാരിച്ച് വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് ദുരന്തറിന് ഇത്രയും വലിയൊരു ഹിറ്റ് ഉണ്ടാക്കിയത്. ആ ഒരു റേറ്റഡ് ഫിലിമാണ് ബോളിവുഡിൽ 1000 crores എന്ന ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവണം അത്രമാത്രം ഇമ്പാക്ട് സിനിമ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 2ഉം അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാവുന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയതുകൊണ്ട് അതൊന്നുകൂടെ ഉറപ്പിച്ചിട്ടുണ്ട്. ടോക്സിക് മാറ്റിയത് എന്തായാലും നന്നായി എന്ന് തന്നെയാണ് യാഷിന് ഇഷ്ടമുള്ളവരും പറയുന്നത്. കാരണം അതൊരു വെടിച്ചില് ട്രെയിലറാണ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അവർ ബുദ്ധിപൂർവ്വം യാഷി വലിയ നടൻ തന്നെയാണ്. ബട്ട് ഒരു സിനിമ വരുന്നു, ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കത്തിലുള്ള സിനിമയ്ക്ക് നല്ല ഹൈപ്പ് കിട്ടുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്യാവശ്യം ബാഡായ കാര്യങ്ങളും ഹൈപ്പ് കുറവൊക്കെ കിട്ടുന്നു. അപ്പോൾ അതൊരു സിനിമയെ ബാധിക്കുമെന്നുള്ള രീതിയിൽ അവർ തോട്ടിൽ ആ സിനിമയെ മാറ്റിവെക്കുന്നതാണ്. അതായത് ദുരന്തറും ടോക്സിക്കുമുള്ള ക്ലാഷ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞത് ആദ്യം ഞങ്ങൾ ദുരന്തറെ എന്നെ കാണും എന്നിട്ടേ ടോക്സിക് കാണുമെന്നാണ്. കാരണം എല്ലാവരും വെയിറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരത് തിങ്ക് ചെയ്യും, അനലൈസ് ചെയ്യും. പ്രൊഡക്ഷൻ സൈഡും ടീം കാസ്റ്റ് ആൻഡ് ക്രൂ സൈഡും അത് റിസർച്ച് ചെയ്യും. അപ്പോൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് വരുന്നത് ദുരന്തറിന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ടോക്സിക് മാറ്റിയത്. പിന്നെ ഇതുകൊണ്ടാണ് മാറ്റിയെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. അതുകൊണ്ട് GCCയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു തടി തപ്പിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞേക്ക്. ആൻഡ് ടോക്സിക് ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 4-ാം തീയതിയാണ്. അതായത് ഏപ്രിൽ, മെയ്, ജനുവരി 2-3 മാസങ്ങൾ കഴിഞ്ഞാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദുരന്തർ മാർച്ച് 19 തന്നെ മാറ്റമില്ലാതെ എത്തും. സിനിമ 3 മണിക്കൂർ 55 മിനിറ്റാണ് വരുന്നത്. ഏകദേശം 4 മണിക്കൂർ വരുന്നുണ്ട് സിനിമ. പിന്നെ അരമണിക്കൂർ ബ്രേക്ക് വരും തിയേറ്ററിൽ. പിന്നെ ട്രാവലിംഗ് ഒരു 1.5 മണിക്കൂറൊക്കെ ചെയ്ത് ഒരു 6-7 മണിക്കൂർ നിങ്ങൾക്ക് സിനിമ കാണാം. ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് സിനിമയിലേക്ക് തന്നെ മാറ്റി വെക്കേണ്ടി വരുമെന്നാണ് ദുരന്തറിന് എനിക്ക് തോന്നുന്നത്. രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു 10 മണിക്ക് ഷോയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു 2-2:30 ആകുമ്പോൾ സിനിമയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3-3:30 ഫുഡൊക്കെ കഴിച്ച് ഒരു 4-4:30 വീടൊക്കെ എത്തി ഒരു 5-5:30 ഉറങ്ങാൻ പറ്റും. അമ്മാതിരി ഒരു സിറ്റുവേഷനിലാണ് സിനിമ വരുന്നത്. മൊത്തത്തിൽ
ദുരന്തറിന് ഞാനും വെയിറ്റിംഗ് ആണ്. ദുരന്തറിനും ടോക്സിക്കും വന്നാലും ഞാനും ആദ്യം ദുരന്തറിലേക്ക് ഓപ്ഷൻ മാറ്റി വയ്ക്കൂ. കാരണം അജാതി ഒരു സിനിമയാണ് ദുരന്തർ കൊണ്ടുവരുന്ന. ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. രൺവീറിന്റെ ഒരു റിഡംഷൻ ആർക്കായിരിക്കും നമ്മൾ ഈ ദുരന്തർ സിനിമയിലേക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാഷ് മാറ്റി വെച്ച് സത്യത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു തീരുമാനമെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റോടെ വരുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഇടയിൽ പെട്ടുപോവാ ചിലപ്പോൾ പറയും യാശല്ലേ വരുന്നതും കളക്ഷൻ വൈസ് കിട്ടും കാര്യം. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു താല്പര്യം മുഖേന കാണുന്ന ദുരന്തർ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നോ അത് ഒന്ന് കമന്റ് ചെയ്തേക്കും. അപ്പോൾ ഇൻ കേസ് ദുരന്തറും ടോക്സിക്കും ക്ലാഷ് വന്നിരുന്നു, ഇപ്പോൾ ക്ലാഷ് മാറ്റി. ഇൻ കേസ് ദുരന്തരം ടോക്സിക്കുമാണ് ക്ലാഷ് വന്നിരുന്നു. മാർച്ച് 19, 2026 റിലീസ് ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾ ഏതിന് പോകുമായിരുന്നു എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ ദുരന്തറിന് ഇപ്പം അവരൊരു പാട്ടും വെടിച്ചില്ല. ശശ്വത് സ്വച്ഛദേവാണ് മ്യൂസിക്. പുള്ളി എന്താ പറയാ, ഒന്നും പറയാനില്ല. വെടിച്ചില്ലാട്ടൊക്കെ മ്യൂസിക് തരാൻ ഇപ്പോൾ ഒരു പാട്ട് ആരി എന്നൊരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഹമ്മേ ഹമ്മേ അവർ തീ കത്തിച്ച് ഇവിടെയാണ് പുള്ളിക്കാർ. അതായത് സിനിമയിലൊക്കെ വരുമ്പം, അതായത് നിങ്ങൾക്ക് ഹനുമാൻ കൈൻഡ് പാടി ലാസ്റ്റ് പാട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നിങ്ങൾ ക്ലൈമാക്സിൽ വരുന്ന പാട്ട്, അതൊക്കെ കിങ്, അതൊക്കെ അത് എന്തും ആ ഒരു ഇമ്പാക്റ്റ് ആ സീൻ അതിൽ ആ ഒരു പാട്ടിട്ടപ്പോൾ ഉണ്ടാക്കിയ ഒരു അറിയാമല്ലോ. ആ ഒരു ക്ലൈമാക്സ് റഹ്മാൻ തക്കായത്തും രൺബീറും കാറിൽ പോകുമ്പോൾ ആ ഒരു പാട്ടെടുത്തിടുമ്പോൾ ഉള്ള ഒരു സീൻ. അപ്പൊ അത് ഇതുപോലെ ആ പാട്ടുകളും കാര്യങ്ങളും അതുപോലെ ഇത്രയും നല്ല പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കും. കിട്ടില്ല മ്യൂസിക്കും കാര്യങ്ങളാണ് ശശ്വത് സ്വച്ഛദേവ് ചെയ്യുന്നത്. ആൻഡ് ആദിത്യദാറിനെ പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ മേക്കിംഗ്. ആ ട്രെയിലറിലൊക്കെ എന്തൊക്കെയാണ്. ഇതിലും എനിക്ക് തോന്നുന്നു ഒന്നിനേക്കാളും വയലൻസ് ഈ സിനിമയിൽ ഉണ്ടാകും. അതായത് ദുരന്തറിനേക്കാളും വയലൻസ് ദുരന്തർ ദി റിവെഞ്ചിലുണ്ടാകും. കാരണം സിനിമയുടെ പേരേ ദി റിവെഞ്ച് എന്നാണ്. അപ്പം വെട്ടുകുത്ത് എന്തൊക്കെ കാണിക്കുന്നു അതിൽ തന്നെ കാണണം. ഒരുപാട് പിന്നെ ഇതില് സഞ്ജയ് ദത്തിനും ഇതിലും പഴയതുപോലെ നല്ല റോളുകളുണ്ട്. പിന്നെ അക്ഷയ് ഖന്നെ ഉണ്ടോ, റഹ്മാൻ തക്കായത്ത് ഉണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി ഫ്ലാഷ് ബാക്കും പാസ്റ്റും കാര്യങ്ങളുമായിട്ട് വല്ല വരുമോ ഇല്ലയോ ഒന്നും കണ്ടു തന്നെ അറിയണം. മൊത്തത്തിൽ ദുരന്തറിന് കൂടെ ടോക്സിക് ഇറക്കാതിരുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ടോക്സിക് മാറ്റിയത് തന്നെയാണ് നല്ലത്. ദുരന്തർ എന്നെ അടിച്ചു പൊട്ടിക്കും, അതിൽ വേറെ സംശയമില്ല. ഇതിന്റെ ഇടയിൽ ദുരന്തർ മാറ്റിയപ്പോൾ നൈസായിട്ട് ഒരു സിനിമ അതിലിടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സിനിമ ആണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. അപ്പോൾ ദുരന്തറിന് നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ?